പാനൂരിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ബോംബ് സ്ഫോടനം അതിഭീകരമായ ബോംബ് സ്ഫോടനമാണ്. കാരണം ഷെറിൻ എന്ന് പറഞ്ഞ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. 12 ആളുകൾ ആ ബോംബ് നിർമ്മാണത്തിലുണ്ടായിരുന്നു. 8 ആളുകളെ പിടിക്കപ്പെട്ടു. 2 പേർ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ 12ഓളം ആളുകൾ ഈ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ CPM പ്രവർത്തകന്മാരാണ്, DYFIയുടെ പ്രവർത്തകന്മാരാണ്. ഗോവിന്ദൻ നാഴികക്ക് 40 വട്ടം പറയുന്നത് ഇപ്പോൾ പൊതുസമൂഹത്തിന് പുച്ഛത്തോടെ കേൾക്കുകയാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രാവിലെ പറഞ്ഞത് ഉച്ചക്ക് മാറ്റുന്നു, ഉച്ചക്ക് പറഞ്ഞത് വൈകുന്നേരം മാറ്റുന്നു, പിറ്റേന്ന് മറ്റൊന്ന് പറയുന്നു. എന്താണ് നിലപാടെന്ന് പറയാനുള്ള ആർജവം വേണ്ടേ? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ബംഗാളിന് ശേഷം ബംഗാളിലെ മിഡ്നാപൂർ കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ CPM ശക്തി കേന്ദ്രം എന്ന് ഒരു കാലത്ത് പറഞ്ഞവരെ ഇവർ. ആ CPM ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം ബോംബുകൾ നിർമ്മിക്കുമ്പോൾ ആരെ കൊല്ലാനാണ് എന്ന് CPM വ്യക്തമാക്കണ്ടേ? ഇപ്പൊ പലരെയും തള്ളി പറയുക. ഒരു വശത്ത് പറയുന്നത് സന്നദ്ധ പ്രവർത്തനമാണെന്ന്, മറുവശത്ത് ഞങ്ങളല്ല എന്ന് പറയുന്നു. പിന്നീട് പറയുന്നത് DYFIയുമായിട്ട് ഞങ്ങൾക്ക് പുലബന്ധമില്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് റെഡ് വോൾട്ടേഴ്സ് മാർച്ചിൽ വന്നത് അത് സന്നദ്ധ പ്രവർത്തകനായിട്ടാണ് അവനെ പിടിക്കപ്പെട്ടതെന്ന് പറയുന്നു. ആരാണ് ഇവിടെ ഭരിക്കുന്നത്? DMK ആണോ ഭരിക്കുന്നത്? ഇവിടെ BJP ആണോ ഭരിക്കുന്നത്? ഇവിടെ മറ്റ് ഏതെങ്കിലും സംഘടനയാണോ ഭരിക്കുന്നത്? ഇപ്പോൾ ഇവർ ഇന്ത്യ സഖ്യത്തിലല്ലേ, കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നത് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, CPM ഭരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. ആ വിജയന്റെ പോലീസ് പോയി പിടിച്ച ആളുകൾ CPM ആളുകളാണ്. DYFIയുടെ പ്രവർത്തകന്മാർ റെഡ് വളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്നവരാ. ഈ മാർച്ചിൽ പങ്കെടുക്കുന്നവർ ഒരു കൂട്ടം ആളുകൾ, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഒരു കമ്മിറ്റി മുഴുവൻ, ഒരു പാർട്ടിയുടെ സംവിധാനം മുഴുവൻ ബോംബ് നിർമ്മിക്കാൻ ഏർപ്പെടുകയാണ്. ഒരു പ്രദേശത്ത് പാവപ്പെട്ട ഒരു മനോഹരൻ എന്ന് പറയുന്ന ലോട്ടറി കച്ചവടക്കാരൻ ദിവസേന ഈ റോഡിലൂടെ നടന്ന് ലോട്ടറി വിൽക്കുന്ന മനോഹരൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്ന ആവാസ് യോജനയിലാണ് ഈ വീട് കിട്ടിയിട്ടുള്ളത്. അവിടെ കിട്ടിയത് ഭാര്യയുടെ സ്ഥലത്താണ് ആ വീട് എടുത്തിട്ടുള്ളത്. ആ ഗ്രാമം CPM ശക്തി കേന്ദ്രം. തൊട്ട് ഇപ്പുറത്ത് താമസിക്കുക വിനീഷ് എന്ന് പറയുന്ന ക്രിമിനൽ. ആ ക്രിമിനൽ താമസിക്കുന്ന വീട്ടിന്റെ തൊട്ടടുത്താണ് പാവപ്പെട്ടവന് താമസിക്കാൻ ഒരു കൂര നിർമ്മിക്കുമ്പോൾ ആ വീട്ടിന്റെ മുകളിൽ 1ാം ഘട്ടം പൂർത്തിയായപ്പോൾ അതിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ബോംബ് നിർമ്മിച്ച് പൊട്ടിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് 2 മാസം മുന്നേ ഈ ബോംബ് നിർമ്മാണം നടന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആ 2 മാസം മുമ്പേ ഒരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് പോലീസ് അവിടെ റെയ്ഡ് ചെയ്തിരുന്നു. പക്ഷെ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഈ വിനീഷും വിനോദനൊക്കെ പോലീസിനെ തെറി അഭിഷേകമായിരുന്നു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി പോലീസ് മടങ്ങിപ്പോയി. സത്യത്തിൽ ആ പോലീസ് മടങ്ങിപ്പോയപ്പോൾ പിന്നീട് യാതൊരു അന്വേഷണവും നടന്നില്ല. പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ ആ മാർക്സിസ്റ്റുകാരൻ്റെ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. കാരണം ഈ പ്രതികളൊക്കെ നേരത്തെ പിടിക്കാമായിരുന്നു, ബോംബ് നിർമ്മാണ സാമഗ്രികൾ പിടിക്കാമായിരുന്നു. പക്ഷേ ഇതൊക്കെ നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് പോലീസാണ്.